ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ ബോട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൻ്റെ ബാറ്ററി മാറുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ആയി കഴിഞ്ഞ് അല്പനേരം മാത്രം ലൈറ്റ് കത്തി നിൽക്കും, പിന്നീട് ചാർജ് നിൽക്കാത്തൊരവസ്ഥയാണ്. ചില ടൈമിൽ ഇത് ഓൺ ആകത്തുമില്ല. ഇങ്ങനെ കംപ്ലൈൻ്റ് ഉള്ളത് നമുക്ക് ബാറ്ററി മാറാൻ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ബാറ്ററി മാറാവുന്നതേ ഉള്ളൂ. നമുക്കിതിൻ്റെ ബാറ്ററി ഒന്ന് മാറി നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ ഇതിന് പ്രത്യേകിച്ച് സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഒരു നൈഫ് ഉപയോഗിച്ച് ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ലോക്കാണ്, ഇതിനുള്ളിൽ ചെറിയ ലോക്ക്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതേ സെയിം ഒരു ബാറ്ററി വാങ്ങിയിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ ഓൺലൈനിൽ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് കട അല്ലെങ്കിൽ മൊബൈൽ സ്പെയർ പാർട്സ് കട എന്നിവിടങ്ങളിൽ നമുക്ക് ഇത് ലഭ്യമാകും. ഓൺലൈനിൽ കിട്ടുവാണെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കാം. ബാറ്ററി നമ്മൾ ഇത് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ കണക്ഷൻ വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നേരത്തെ അവർ പറഞ്ഞത് ചാർജ് നിൽക്കുന്നില്ല എന്നാണ് കംപ്ലൈൻറ്റ്. അതുകൊണ്ട് നമുക്ക് ബാറ്ററി മാറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിത് പശ വെച്ച് ഇത് ഒന്ന് സീൽ ചെയ്തിട്ടുണ്ട്. ഈ പശയൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ പശ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് വേറെ ഒരു കംപ്ലൈൻറ്റ് കൂടി കാണിക്കുന്നുണ്ട്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടുന്ന് പ്രിൻ്റ് ഇളകിപ്പോയിട്ടുണ്ട്. ഇത് സെയിം കണക്ഷനാണ് ഈ റെഡ് വയർ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നൽകിയാലും കുഴപ്പമില്ല, അത് കറക്റ്റാണ്. നമുക്കിത് സോൾഡർ ചെയ്ത് നമുക്കിത് ഓണാക്കി നോക്കാം. ആദ്യം നമ്മൾ ഈ ബാറ്ററി റിമൂവ് ചെയ്യുകയാണ്. അല്പം ഫ്ലെക്സ് ഇട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ സോൾഡർ ചെയ്യാൻ വല്ലാത്ത രീതിയിലൊക്കെ പിടിച്ച് നിൽക്കും. കണ്ടില്ലേ, നമ്മളിപ്പോൾ ആ ബാറ്ററി മാറ്റിയ ശേഷം നമ്മൾ പുതിയ ബാറ്ററി നമ്മളെടുത്ത് കണക്ട് ചെയ്യുകയാണ്. നമ്മൾ നെഗറ്റീവ് ഭാഗം നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി പോസിറ്റീവ് ഭാഗം കൂടി നമ്മൾ സോൾഡർ ചെയ്യുകയാണ്. വളരെ സിമ്പിൾ കാര്യമാണ്. അല്പം ഫ്ലെക്സ് ഇട്ട് കൊടുത്തു. നമ്മൾ പോസിറ്റീവ് ഭാഗം നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇത് വർക്കാവില്ല, നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ബ്ലൂ ലൈറ്റ് മിന്നുന്നുണ്ട്, കണ്ടല്ലേ. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.